ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് യശോദമ്മ മിക്കപ്പോഴും വാരിത്തരാറുണ്ട്, ഞാൻ ഇത്രയും വലുതായിട്ട് പോലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിദ മാഡം വാരിത്തരാറുണ്ട്. പക്ഷെ അതൊക്കെ കഴിക്കുന്ന പോലുള്ളൊരു സന്തോഷം അതെനിക്ക് കിട്ടുന്നില്ല. ഇനി ദേഷ്യത്തിൽ എന്തെങ്കിലും ഒരു ഓക്കെ പ്രിയങ്ക ഫിലിമില് പ്രീവിയസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ, ഞാൻ 1-2 ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓ ഓക്കെ. നമ്മുടെ ക്യാരക്ടറിന് തന്നെ സ്വീറ്റ് ആണോ? പക്ഷെ ബിഹേവിയറിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ നാച്ചുറൽ ആവണം. ഞാൻ ശ്രമിക്കാം സർ. ഓക്കെ സർ, വേറൊന്നും കൊണ്ടല്ല, സിനിമയുടെ രീതികളൊക്കെ അറിയാവുന്നതുകൊണ്ടാ. സാർ ഈ പറഞ്ഞതില് മാറ്റമൊന്നും വരില്ലല്ലോ? സിനിമയിൽ ഞാൻ ഒരു കാര്യം ഫിക്സ് ചെയ്താ അതിന് പിന്നെ മാറ്റം ഉണ്ടാവില്ല. താങ്ക് യു സർ. സാറിനെ പോലുള്ള ഒരാളുടെ സിനിമയിൽ നിന്നും തുടങ്ങാൻ പറ്റുന്നത് എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രിയങ്ക, ഈ ഭാഗ്യം, ഗുരുത്വം അതിലൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കുള്ള കഴിവുകൾ നിത്യേന തേച്ചുരച്ചു മെനുക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളവര് ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല. പരാജയപ്പെട്ട ചരിത്രമില്ല. ഓക്കെ, താൻ എന്റെ നെക്സ്റ്റ് ഹീറോയിനാണ്. താങ്ക് യു സർ. മാഡം, ഒരു മിനിറ്റ്. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. എന്തുപറ്റി? മോള് നോൺ വെജ് കഴിക്കില്ലേ? ഇല്ല, വല്ലപ്പോഴൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടം പച്ചക്കറികളാ. ഈ പ്രായത്തിൽ ഇതൊക്കെ കഴിക്കണ്ടേ മോളെ? എങ്കിലല്ലേ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടും. എങ്കിൽ ഇവിടെയുള്ള വെജിറ്റേറിയൻസിനൊന്നും ആരോഗ്യം കാണില്ലല്ലോ. ആ, അത് മോള് പറഞ്ഞത് കാര്യം. ഒരു കാര്യം ചെയ്യാം, പച്ചക്കറി കഴിച്ചാ മതി. സോണിയ, ഇതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയേക്ക്. അല്ല, ഞാൻ കഴിക്കുന്നില്ല എന്ന് കരുതി എടുത്ത് മാറ്റണ്ട, നിങ്ങൾക്കൊക്കെ കഴിക്കാലോ. ഇന്നത്തെ ദിവസം എന്റെ മോളുടെ ഇഷ്ടം. ഇന്നമ്മ കുറച്ച് സ്വാതന്ത്ര്യം എടുക്കാന്ന് കൂട്ടിക്കും. ഒരു പിടി അമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കണം. പ്ലീസ് മോളെ. കഴിക്കും മോളെ. വാരി തന്നപ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ മോൾക്ക്?
ഞാൻ പറഞ്ഞ വിഷമാവോ? ആ, ഇല്ല, മോള് പറഞ്ഞോളൂ. എനിക്ക് യശോദമ്മ മിക്കപ്പോഴും വാരിത്തരാറുണ്ട്, ഞാൻ ഇത്രയും വലുതായിട്ട് പോലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിദ മാഡം വാരിത്തരാറുണ്ട്. പക്ഷെ അതൊക്കെ കഴിക്കുന്ന പോലുള്ളൊരു സന്തോഷം അതെനിക്ക് കിട്ടുന്നില്ല. ഞാൻ തോന്നിയത് പറഞ്ഞെന്ന് മാത്രം. അതല്ലെങ്കിലും അങ്ങനെയല്ലേ മാഡം? മോൾ ഇത്രയും കാലം അമ്മയായിട്ട് കണ്ടിരുന്നത് അവരെയല്ലേ? ഇനി മുതൽ മാഡം വാരി കൊടുക്കുമ്പോ മോക്ക് ടേസ്റ്റ് തോന്നും, അല്ലേ മോളെ? എഴുതി മോളൊന്ന് വിളിക്ക. എന്തു പറ്റി? വിളിക്ക, എന്നിട്ട് എവിടെയാണ് ചോദിക്കുക. മോളെ ഭക്ഷണം കഴിക്കേ, എന്നിട്ട് എടുത്താ പോരെ? അല്ല, അത് പറ്റില്ല. ഫിദ മാഡം, ഹലോ. രാധിക മോളെ, മോളിത് എവിടെയാ? ആ, അമൃത മാഡം ആയിരുന്നോ? ആ അതെ. ഞാനൊരു ഫംഗ്ഷനിലാ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഒരു ഫംഗ്ഷനിലാന്ന്? എന്ത് ഫംഗ്ഷനിലാന്ന് ചോദിക്ക. മോളെ, എന്ത് ഫംഗ്ഷനാ? അതൊരു ഫാമിലി ഫംഗ്ഷനാ. നാളെ ഞാൻ വരുമ്പോ പറയാം മാഡം. ഫാമിലിയുടെ എന്തോ ചടങ്ങാണെന്നാ പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? ഹലോ മോളെ. ആ, ഫിദ മാഡം, ഞാൻ കരുതി അമൃത മാഡത്തിന്റെ അടുത്തില്ലാന്ന്. മോളെ, ഫംഗ്ഷൻ തീരാറായോ? ആ, കഴിയാറായി മാഡം. കഴിഞ്ഞ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണേ. എന്തു പറ്റി? അല്ല, ഒന്നുമില്ല. കുറച്ചു നേരം മോളെ കുറിച്ച് എന്നെ ആലോചിച്ചിരുന്നപ്പോ എന്തോ ഒരു അസ്വസ്ഥത പോലെ. മോളെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ. എന്നെ കുറിച്ച് എന്തിനാ മാഡം ടെൻഷൻ? വേറെ ആരെ കുറിച്ച് എനിക്ക് ടെൻഷനുള്ള? മോളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചിന്തിക്കുന്നത്. ഫിദ മാഡം പേടിക്കണ്ട. ഞാൻ ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി പോവാ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും.